4 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി എന്നല്ല, നിങ്ങൾ കണ്ടിരിക്കും. 4 ക്വസ്റ്റ്യനാണ് നമ്മുടെ എക്സാം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഒന്ന്, എന്ന് തുടങ്ങണം? എക്സാം അടുത്ത തിങ്കളാഴ്ച മുതൽ തുടങ്ങാം, അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങാം. ഓക്കെ, എൻ്റെ വീട്ടിൽ ഈ ഫംഗ്ഷനും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാം. ഒരു ചോദ്യമല്ല നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്, എന്ന് തുടങ്ങണം എന്നുള്ളത് അല്ലേ? ഉണ്ടാവില്ലേ മക്കളെ? ഒരു പുഞ്ചിരി വരുന്നില്ല മനസ്സിൽ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോൾ തുടങ്ങണം? ഞാൻ കുറച്ചുകൂടി നിങ്ങളൊരു കാര്യഗൗരവത്തോട് കേൾക്കട്ടെ. തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാവാറില്ലേ എപ്പോൾ തുടങ്ങണം? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പുലർച്ചെ പഠിച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കാം, രാത്രി വൈകി പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാം. ഇപ്പൊ പഠിക്കണം, നിങ്ങൾ ഇപ്പൊ പഠിക്കണം. അങ്ങനെ ഒരു സമയമില്ല. ഇപ്പോഴാണ് നിങ്ങളോട് പറയുന്നത്, ഇപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പൊ പഠിക്കുക. സമയമില്ല, എക്സാമിന് സമയമില്ല. ഓണം എക്സാമിനാണ് ഇത് പറയുന്നെങ്കിൽ നിങ്ങളുടെ പുലർച്ചെയോ നിങ്ങളുടെ അർദ്ധരാത്രിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കണ്ടെത്തി പഠിക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോഴെന്താണ്? സമയം വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുക, വളരെ അടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാറിയില്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറ്റം വന്നില്ലേ? നിങ്ങൾക്കത് അനുഭവിക്കുന്നില്ലേ? ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതേ അവസ്ഥയിലൂടെ തന്നെയാണോ പബ്ലിക് എക്സാമിന് നിങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്? പാരന്റ്സ് മീറ്റിങ്ങിന് വന്നിട്ട് നിങ്ങളുടെ പാരന്റ്സ് അത്രയേറെ അധ്യാപകരുടെ മുന്നിൽ നാണം കെട്ടുപോയില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പോറ്റി വളർത്തിയത് അധ്യാപകരുടെ മുന്നിൽ നാണം കെടാനായിരുന്നു. ക്ലാസ് റൂമിൽ വെച്ചിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കാനായിരുന്നു നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ പഠിക്കാൻ വേണ്ടി വിട്ടത്. അധ്യാപകർ പറഞ്ഞു, ഇവനെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഇവളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിസ്സഹായനായി നിങ്ങളുടെ സ്വന്തം അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്യാപകരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കാനായിരുന്നു നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയൊക്കെ പഠിച്ചത്. അതിനൊരു അറുതി വരുത്തണ്ടടാ, അതിനൊരു അറുതി വരുത്തണ്ടേ? ക്വസ്റ്റ്യൻ നമ്പർ 3 പിടിച്ചോളൂ. എല്ലാവരുടെ മനസ്സിൽ വരുന്നതാണ്, ഇനി പഠിച്ചാൽ വിചാരിച്ച മാർക്ക് കിട്ടും. വിചാരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സാം അങ്ങോട്ട് കടന്നു പോകും. ഇനി പഠിച്ചാൽ വിചാരിച്ച മാർക്ക് കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി പഠിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുക. ദിവസങ്ങളുണ്ട്, പല മിറാക്കിളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കണം. ഭാഗ്യത്തിൽ വിശ്വസിക്കല്ലേ? ഭാഗ്യം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പൊട്ടന്മാരും ഏറ്റവും വലിയ മണ്ടന്മാരും വിഡ്ഢികളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ. ഞാൻ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണം. വിചാരിച്ചാൽ വിചാരിച്ച മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാണ്, തുടക്കം മുതൽ അവസാനം വരെ പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ അറിയില്ല, സെക്കൻഡ് ചാപ്റ്റർ അറിയില്ല. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ജൂൺ മാസമായിരുന്നെങ്കിൽ, ഓഗസ്റ്റ് മാസമാണെങ്കിൽ ഇനിയും നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയമായിരുന്നു. ഇതിപ്പോൾ ജനുവരി ആയില്ലേ? ഇല്ലേ? മനസ്സിലില്ലേ? ഇപ്പൊ തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതൊരു ഓഗസ്റ്റ് ആയിരുന്നെങ്കിൽ, ഇതൊരു ജൂൺ ആയിരുന്നെങ്കിൽ, സ്കൂൾ തുറന്ന സമയമാണെങ്കിൽ ഞങ്ങൾക്ക് തുടക്കം മുതൽ നോട്ടൊക്കെ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. മക്കളെ, അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ബൂസ്റ്റർ ബാച്ചിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ബാച്ചിലേക്ക്. അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വെറും 499 മാത്രമേ റേറ്റ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മുടെ താഴെ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളത് ജോയിൻ ചെയ്യുക. വെറും 499 രൂപ ഉള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പിടിവള്ളിയായിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ക്ലാസ്സും ലൈവ് സെക്ഷനും എല്ലാം കിട്ടും. അത് വേറെ കാര്യം. മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ. പലരും പറയാറുണ്ട്, സാറേ എൻ്റെ അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് നോർമലി ചോദിക്കാറുണ്ട് പല ആൾക്കാരും, അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണ്? ഞാൻ പറയട്ടെ, വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ പിറകിൽ സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ 1 കോടി രൂപ കൊടുത്താൽ അവരൊരു ചെറിയൊരു നിമിഷത്തേക്ക് ചിലപ്പോൾ സന്തോഷിക്കും. പക്ഷെ അത് പിറ്റന്നാൾ വീണ്ടും നിങ്ങളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കും. സ്കൂളിൽ PTA മീറ്റിങ്ങിന് സ്കൂളിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ നിന്ന നിൽപ്പിൽ ഇവിടെ ഭൂമി പിളർന്നു പോയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. സ്വന്തം മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് തലകുനിച്ച് നിന്നിട്ടുണ്ടാവും. നിങ്ങളുടെ മാർക്ക് ക്ലാസ് റൂമിൽ വെച്ച് വായിച്ചപ്പോൾ എല്ലാവരുടെയും ഇടയിൽ അപഹാസ്യനായി നിന്നിട്ടുണ്ടാവും. പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ നിങ്ങളും? ഇല്ലേ? അതിനൊരു മാറ്റം കൊടുക്കണ്ടേ? അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും ഫുൾ മാർക്കാണ്. സാറ് ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് എന്തോ ടെൻഷനൊക്കെ ആവുന്നുണ്ട്, പഠിക്കണം എന്നൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? മക്കളെ, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പിടിവള്ളിയായിട്ട്, നമ്മളൊരു കൈത്താങ്ങായിട്ട് നിങ്ങൾക്ക് നിൽക്കാം.
എനിക്ക് അമ്മയുടെ കാര്യം, അല്ലെങ്കിൽ പാരൻസ് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന, നമുക്കും വേണ്ടിയിട്ട് തലകുനിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിച്ചപ്പോൾ ശരിക്കും ഞാനൊരു ഇമോഷൻ. ഒന്ന് ആലോചിച്ചോക്കടാ, വയറ് നമ്മുടെ 10 മാസം ചുമന്നിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചൊക്കെ പ്രസവിക്കുന്ന ഒരു സമയം എത്രയോ എല്ലുകൾ പൊട്ടുന്ന അവസ്ഥയാണ്. എന്നിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? എനിക്ക് വേദനയോട് കൂടി വന്ന കുട്ടിയാണിത്. നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? ദ്രോഹിക്കും. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കലും അവർ ഇന്നേവരെ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മക്കളെ, ജനുവരി 20 മൺഡേ, അതായത് തിങ്കളാഴ്ച 7 മണിക്ക് നമ്മൾ നൈറ്റ് ക്യാമ്പ് തുടങ്ങുകയാണ്. മിഷൻ ഫുൾ A+ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലും നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനം കൊടുക്കാനായിട്ട് എജുപോർട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മെഗാ നൈറ്റ് ക്യാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാൻ ജനുവരി 20 മൺഡേ 7 മണിക്ക് ചെയ്യാണ്. നോട്ടിഫൈ ഒക്കെ ഓണാക്കി വെക്കാം, മറക്കരുത്. നിങ്ങളെപ്പോലെ വിഷമിച്ചിരിക്കുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ടായി, അവർക്കും കൂടി എന്ത് ചെയ്യാം, ഇത് അയച്ചു കൊടുക്കാം. എനിക്ക് ഇത് മുഴുവനാക്കാൻ കഴിയുന്നില്ല, കാരണം ഞാനും ഓട്ടോമാറ്റിക്കലി ഇമോഷനായി. എന്തായാലും ജനുവരി 20 മൺഡേ നമ്മുടെ സ്റ്റഡി പ്ലാൻ വായോ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉറപ്പ് തരികയാണ്. ഫുൾ മാർക്ക് ഒപ്പിച്ചിരും. പേടിക്കേണ്ട, തല ഉയർത്തി നിങ്ങൾക്ക് നിൽക്കാം. പരിഹസിക്കപ്പെട്ടവരുടെ മുന്നിൽ നിങ്ങൾക്ക് എണ്ണി കണക്ക് പറയാം. ഇനി നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞവർക്കെതിരെ ഇതാ കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എണ്ണി കൊടുക്കാം. റിസൾട്ട് വരുമ്പോൾ നീയല്ലേ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റൂലെന്ന്? എടാ, നിനക്ക് അങ്ങനെയെങ്കിൽ നിനക്ക് തെറ്റി. ഇതാള് വേറെയാ, അത് ജനസ് വേറെയാണ്. പറയാൻ കഴിയണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ മുന്നിൽ പലരും പറഞ്ഞിട്ടുണ്ട്, മോനെന്തേ ഇങ്ങനെ, മോളെന്തേ ഇങ്ങനെ, നീ പഠിപ്പിക്കാറൊന്നില്ലേ, നീ ട്യൂഷൻ വിടാറില്ലേ? അവരുടെയൊക്കെ മുന്നിൽ വെക്കുക, കണ്ടോടാ എൻ്റെ മക്കളെ മാർക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് തല ഉയർത്തിക്കൊണ്ട്, തല കുനിക്കാതെ, ശിരസിങ്ങനെ നിവർത്തിക്കൊണ്ട് നിങ്ങളുടെ അമ്മക്ക് പറയാൻ കഴിയണം, നിങ്ങളുടെ അച്ഛന് പറയാൻ കഴിയണം, അതെ എൻ്റെ മോനെ കണ്ടോ, എൻ്റെ മോളെ കണ്ടോ. പറയിപ്പിക്കില്ല നിങ്ങൾ. മറക്കണ്ട, ജനുവരി 20 കൃത്യം മൺഡേ 7 മണിക്ക് മറക്കാതെ വരണം. സെറ്റ്.